ഒന്ന് പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 1 ആണ്. അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അതിലത്തെ പാർട്ട് 2 ആണിത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ, എന്നാലേ ക്ലാസ് ക്ലിയർ ആവും. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദി പാർട്ട്നേഴ്സ് ഓഫ് ദി ഫേം ആർ റെക്കോർഡഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഒരു ഫേമിലത്തെ പാർട്ട്നേഴ്സിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. This includes the amount of money brought in as capital, share of profit, interest on capital, etc. പാർട്ട്ണർ കൊടുക്കുന്ന പൈസ, ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ എന്തിൽ റെക്കോർഡ് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. അതായത് ഒക്കെ എവിടെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നുള്ളത് നോക്കാം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് ആണ്. ക്രെഡിറ്റ് സൈഡിലോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, additional capital introduced, assets brought in, interest on capital, salary to the partner, commission to the partner, share of profit. ഓർത്ത് വയ്ക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. പാർട്ട്നേഴ്സിന് നഷ്ടമാവുന്ന രീതിയിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. പാർട്ട്ണറിന് ലാഭമുണ്ടാവുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഏത് സൈഡിൽ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എത്ര മെത്തേഡ് ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? 2 മെത്തേഡാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ടാമത്തത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പം നമുക്ക് ആദ്യം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിനെ പറ്റി പഠിക്കാം. സിൻസ് ദ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് പാർട്ട്നേഴ്സ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് ഫ്രം ഇയർ ടു ഇയർ, ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. എന്തുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ മെത്തേഡിനെ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ അതിൻ്റെ ബാലൻസ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഇസ് ഓൾസോ നോൺ ആസ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അത് നമ്മൾ നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കണം കേട്ടോ. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ദർ ഇസ് ഓൺലി വൺ അക്കൗണ്ട്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ആകെ ഒരൊറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അത് ഏത് അക്കൗണ്ടാണ്? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും പാർട്ട്ണറിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ ഏത് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുക. 2 മെത്തേഡ് ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കി. ഇനി അടുത്തത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. Under fixed capital method, 2 accounts are prepared for each partner, that is, partner's capital account and partner's current account. ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റെക്കോർഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യുക. Capital investment, additional capital contributed, and capital withdrawals are recorded in partner's capital account. Capital investment, additional capitalum, capital withdrawal ചെയ്തിരിക്കുന്നത് നമ്മൾ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം, നമ്പർ ഓഫ് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് 2 സെപ്പറേറ്റ് അക്കൗണ്ട് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ട്ണർ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്പർ ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു അല്ലേ? 2 അക്കൗണ്ടാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിലോ ഈച്ച് പാർട്ട്ണർ ഹാസ് 1 അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ഓരോ പാർട്ട്ണറിനും ഒരു അക്കൗണ്ട് മാത്രമേ ഉണ്ടാവൂ. അത് ഏത് അക്കൗണ്ടാണ്? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അടുത്ത പോയിന്റ് നോക്കാം, അഡ്ജസ്റ്റ്മെൻറ്റ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ സെപ്പറേറ്റ് അക്കൗണ്ട് നോൺ ആസ് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ടിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഏത് അക്കൗണ്ടാണത്? കറണ്ട് അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ അതാത് ടോപ്പിക്ക് പറയുമ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ആർ റെക്കോർഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഡിഫറൻസിലും പഠിക്കുന്നത്.
ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ്സെൽഫ്. അതായത് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ഫിക്സഡ് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് റിമെയിൻസ് അൺചേഞ്ച്ഡ് അൺലെസ് ദർ ഇസ് അഡീഷൻ ഓർ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡീഷനോ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റലോ ഇല്ലാതെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാറില്ല. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ദ ബാലൻസ് ഫ്ലക്ച്വേറ്റ്സ് ഫ്രം ഇയർ ടു ഇയർ. നമുക്കത് ഓൾറെഡി അറിയാമല്ലേ, നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയാൻ തന്നെ കാരണം. ഈ മെത്തേഡിന് പേര് വരാൻ കാരണം തന്നെ അതുകൊണ്ടാണ്. എന്താണ്? ക്യാപിറ്റൽ ബാലൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് ക്രെഡിറ്റ് ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് മേ സംടൈംസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. അതായത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസും കാണിച്ചേക്കാം. അപ്പിയറൻസ് ഇൻ ബാലൻസ് ഷീറ്റ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ബോത്ത് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് ബാലൻസ് വിൽ അപ്പിയർ. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ രണ്ട് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? രണ്ട് ബാലൻസും ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് അപ്പിയർ. അതായത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ആകെ ഒരു അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അതേതാണ്? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ആ ബാലൻസ് മാത്രമേ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കൂ. അതാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനിയുള്ള ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.